ഹായ് ഹലോ നമസ്കാരം, ഞാൻ സന്തോഷ് കുമാർ. ഏപ്രിൽ 1-ാം തീയതി മുതൽ പാൻ കാർഡ് നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടർന്ന് കാണുക. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായ നികുതി നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പാൻ കാർഡ് എവിടെയൊക്കെയാണ് നിർബന്ധം, എവിടെയൊക്കെയാണ് ഇളവുകൾ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ മാറ്റങ്ങൾ സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് വസ്തു ഇടപാടുകളിലാണ്. ഇനി മുതൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ പാൻ കാർഡ് നൽകേണ്ടതായിട്ടുള്ളൂ. നേരത്തെ ഇത് 10 ലക്ഷം രൂപയായിരുന്നു പരിധി. ചെറിയ ഇടപാടുകൾക്ക് പകരം വലിയ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ഈ പരിധി ഉയർത്തിയിരിക്കുന്നത്. അടുത്തത് മാതാപിതാക്കൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. പഴയ ആദായ നികുതി സ്കീമിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അലവൻസ് ലഭിച്ചിരുന്ന നികുതി ഇളവ് പരിധി വർദ്ധിപ്പിച്ചു. നേരത്തെ ഒരു കുട്ടിക്ക് പ്രതിമാസം വെറും 100 രൂപ വരെയായിരുന്നു ഇളവ് ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് 3000 രൂപയെ വർദ്ധിപ്പിച്ചു. പരമാവധി 2 കുട്ടികൾക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഏത് വാഹനം വാങ്ങിയാലും ഇനി മുതൽ പാൻ കാർഡ് നിർബന്ധമായി നൽകിയിരിക്കണം. ഇരുചക്ര വാഹനങ്ങൾക്കും ഈ പുതിയ നിയമം ബാധകമാണ്. അതുപോലെ ഹോട്ടൽ, റെസ്റ്റോറന്റ് ബില്ലുകൾ, കൺവെൻഷൻ സെന്ററിലെ ചിലവുകൾ എന്നിവയുടെ പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷം രൂപ വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള ഇതുപോലെയുള്ള ചിലവുകൾക്ക് പാൻ കാർഡ് നിർബന്ധമല്ല. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലും മാറ്റമുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം നിക്ഷേപമോ പിൻവലിക്കലോ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ മാത്രമേ ഇനി പാൻ കാർഡ് നിർബന്ധമുള്ളൂ. ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ പാൻ കാർഡ് വേണമെന്ന നിബന്ധന ഒഴിവാക്കി. പകരം വർഷത്തിൽ 50,000 രൂപയോ അതിൽ കൂടുതലോ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം പാൻ കാർഡ് നൽകിയാൽ മതിയാകും. വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ശ്രദ്ധിക്കാൻ ചെറിയ കാര്യമുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പ്രതിവർഷം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാടക നൽകുന്നുണ്ടെങ്കിൽ മാത്രം ഇനി വീട്ടുടമയുടെ പാൻ കാർഡ് ഹാജരാക്കിയാൽ മതി. കൂടാതെ 50% HRA ഇളവ് ലഭിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 3-4 നഗരങ്ങൾ കൂടി ഉൾപ്പെടുത്തി. ബാംഗ്ലൂരു, പൂനെ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവയാണ് ഈ നഗരങ്ങൾ. മറ്റെല്ലാ നഗരങ്ങളിലും 40% വരെ HRA ഇളവ് ലഭിക്കും. ഈ പുതിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.